ഹലോ നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിയോട്ടേൽസ് നിരഞ്ജനയോടൊപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷേവിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബോഡി ഷേവിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ലെറ്റ് ഷേവ് എന്നൊരു ബ്രാൻഡ്, ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ബ്രാൻഡ്, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഇവരുടെ ഒരു റേസറും ഷേവിംഗ് ജെല്ലും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യും, അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർ വരത്തില്ലേ, അല്ലെങ്കിൽ മുറിയത്തില്ലേ, അപ്പം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യുന്നത്, വീണ്ടും കട്ടിയായിട്ട് ഹെയർ വളരുമോ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് இந்த വീഡിയോയിൽ എല്ലാം അഡ്രസ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻഗ്രോൺ ഹെയർ വരില്ലേ എന്നുള്ളതാണ്. ഇൻഗ്രോൺ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം പ്രോപ്പറായിട്ട് ഡെഡ് സ്കിൻ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പുറത്തേക്ക് വളരുന്നതിന് പകരം അകത്തേക്ക് തന്നെ വളർന്നിരിക്കും. ഒരു ബമ്പ് കാണും, ഇങ്ങനെ കുറച്ച് പസ്സൊക്കെ ഉള്ള, അങ്ങനെ നമുക്ക് സ്കിന്നിൽ കാണാൻ പറ്റും. പ്രോപ്പറായിട്ട് ഷേവ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പം ഷേവിംഗ് ലോഷനോ ജെല്ലോ ഒന്നും ഉപയോഗിക്കാതെ ഡ്രൈ ഷേവ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇൻഗ്രോൺ ഹെയർ വരുന്നത്. അതൊരു ഡിഫിക്കൽട്ട് കാര്യം തന്നെയാണ്. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ അത് വരില്ല. പിന്നെ ഹെയർ വീണ്ടും കട്ടിയായിട്ട് വരുമോ, കറക്കുമോ കൂടുതൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബേസിക്കലി ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള ഹെയർ കട്ട് ചെയ്ത് കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ റൂട്ടിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് വളർന്നു തുടങ്ങുമ്പോൾ തൊടുമ്പോൾ നമുക്കൊരു സ്റ്റബിൾ, നമുക്കിങ്ങനെ കുറച്ച് കട്ടിയായ പോലെയൊക്കെ തോന്നും. പക്ഷെ അത് വളർന്നു വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ കറക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കട്ടിയാവാനോ ഉള്ള യാതൊരു സാധ്യതയുമില്ല. വളരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹോർമോൺ ഗ്രോത്ത് പോലെയൊക്കെ ഇരിക്കും. കാരണം ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഹെയർ വളരും, ചില ആൾക്കാർക്ക് പതുക്കെ വളരുള്ളൂ. ഷേവിങ്ങുമായിട്ട് അതിന് കാര്യമായ ബന്ധമൊന്നുമില്ല. എന്ന് വെച്ച് ഏത് ഷേവിംഗ് റേസറും വെച്ച് ചുമ്മാ അങ്ങ് ഷേവ് ചെയ്താൽ മതിയോ, അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് ചെയ്യേണ്ട മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഷേവിംഗ് വളരെ എഫക്റ്റീവായ, വളരെ ലാഭകരമായ ഒരു മെത്തേഡുമാണ് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലെറ്റ് ഷേവ് എന്നുള്ള ഈ ബ്രാൻഡാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിച്ചത്. അപ്പോൾ ഇവർക്ക് ഗ്രൂമിംഗ് പ്രോഡക്ട്സ് ഉണ്ട്, അല്ലാതെ ബാത്ത് ആൻഡ് ബോഡി ഉണ്ട്, എല്ലാ ജെൻഡേഴ്സിനും ഉള്ളതുണ്ട്. അതിൽ ലെറ്റ് ഷേവ് എവിയോർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് റേസർ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഷേവിംഗ് ജെല്ലുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് നോക്കാം. റേസറിൻ്റെ ബോഡിയാണിത്, ഡിറ്റാച്ചബിൾ ഹെഡാണ് ആൻഡ് വളരെ കളർഫുൾ പിങ്ക് ആൻഡ് വൈറ്റ് ആൻഡ് നല്ല ഷേപ്പാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഗ്രിപ്പിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷവറിൽ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി പോകത്തൊന്നുമില്ല. നല്ല സ്റ്റേഡിയാണ്, പ്ലാസ്റ്റിക് ആണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇതിൻ്റെ ബോഡി. ഇനി ഇതിൻ്റെ റേസർ ബ്ലേഡ് വരുന്നത് ഇതുപോലത്തെ അടപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാനോ ഒക്കെ ഈസിയാണ്. മാത്രമല്ല പ്യൂബിക് ഹെയറിന് ഒരു പർട്ടിക്കുലർ ബ്ലേഡ് വേണം, അല്ലാത്ത ബോഡിക്ക് വേണം. അപ്പോൾ ബ്ലേഡ് മാറി മാറി എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. മൊത്തം 3 ബ്ലേഡ് മുകളിലും 3 ബ്ലേഡ് താഴെയുമായിട്ട്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ 6 ബ്ലേഡ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്ത്യൻ റേസറിന് അത് വരുന്നത്. പിന്നെ മുകളിലും താഴെയുള്ള ഡാർക്ക് പിങ്ക് ഏരിയ അലോവേറ, വൈറ്റമിൻ ഇ, ആർഗൻ ഓയിൽ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നിന് കുറച്ച് സ്മൂത്ത് ആയിരിക്കും യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഏറ്റവും മുകളിലുള്ള ആ ഒരു ബ്രഷ് ഫിംഗർ എന്ന് വിളിക്കുന്ന ഏരിയ, അത് കുറച്ചൊരു എക്സ്ഫോളിയേഷൻ നടത്താനും അതുപോലെ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ ഹെയറിനെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് ഇങ്ങനെ നിവർത്തി നിർത്താനും അത് യൂസ് ചെയ്യാം. പിന്നെ ഓവറോൾ നല്ല വൈഡർ ഹെഡാണ്. അപ്പോൾ ഒരുപാട് ഏരിയ കവർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ക്ലിക്ക് സൗണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഒരു ബെൻഡബിൾ ഹെഡാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ കൈ, കാൽ, ഇപ്പം നീസ് അല്ലെങ്കിൽ എൽബോ ഒക്കെ ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ജസ്റ്റ് ആ ബാക്കിലെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്താൽ നമുക്ക് കാട്രിഡ്ജ് ഊരിയെടുക്കാനും സാധിക്കും. ഇനി ഞാനിവിടെ തന്നെ ഷേവിംഗ് ജെല്ല് ട്രൈ ചെയ്തു. ഇത് സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ്. ഗ്രീൻ ടീ, ഷിയ ബട്ടർ, ലാവൻഡർ എസൻഷ്യൽ ഓയിൽസ് 200 ml ആണ്. പാരബൻസ് ഇല്ല, സൾഫേറ്റ് ഇല്ല, ആൽക്കഹോൾ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും സെൻസിറ്റീവ് ഏരിയാസിലും യൂസ് ചെയ്യാം. മെയ്ഡ് ഇൻ ടർക്കി പ്രോഡക്റ്റാണ്. നല്ല മണമാണ് ആൻഡ് ടോട്ടൽ വാല്യൂ ഫോർ മണിയുമാണ്. എൻ്റെ കൈയാണ് ഞാനിന്ന് ഷേവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എനിക്ക് തിൻ ഹെയർ ആണ് കയ്യിലുള്ളത്. അപ്പം ഞാൻ ആദ്യം കൈ ഒന്ന് വെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഷേവിംഗ് ജെല്ല് കയ്യിൽ ഞാൻ തേക്കും. നല്ല പിങ്ക് കളറാണ്, നല്ല മണമാണ്, നല്ലോണം പതയും. പക്ഷെ ഞാൻ അധികം ക്വാണ്ടിറ്റിയിൽ തേക്കുന്നില്ല, കാരണം കുറച്ച് ഹെയറേ എനിക്കുള്ളൂ. ഇനി ഞാൻ റേസർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മേലോട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഷേവിൽ തന്നെ കണ്ടല്ലോ, വളരെ ഒരു ക്ലീനാണ്, നല്ല ഡിഫറൻസ് എടുത്ത് കാണാൻ സാധിക്കും. വളരെ സ്മൂത്തായിട്ട് എനിക്ക് വാക്ക് വലത്തെ കൈയാണ്. അപ്പം ഞാൻ വലത്തെ കൈ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒബ്വിയസ്ലി ഈസി ആയിരുന്നു. പക്ഷേ ഇടത്തെ കൈ വെച്ച് തിരിച്ച് ചെയ്യുമ്പോഴും ഇത് കുറച്ച് അത്ര നല്ലൊരു കാഴ്ചയല്ല. പക്ഷേ എനിക്ക് കാണിക്കണമായിരുന്നു എത്രത്തോളം ഹെയർ അതിനകത്ത് വരുന്നതെന്നുള്ളത്. വളരെ ഒരു സ്മൂത്ത് സോഫ്റ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇടത്തെ കൈ വെച്ച് തിരിച്ചെൻ്റെ വലത്തെ കൈയിലും ചെയ്തു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി. എൽബോ ഏരിയാസൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റി. കാരണം ഇതിൻ്റെ ആ ബെൻഡബിൾ ഹെഡ് ശരിക്കും ഞാൻ വിചാരിച്ചു ഫ്ലിംസി ആയിരിക്കും, പക്ഷേ ഫ്ലിംസി അല്ല, വളരെ എഫക്റ്റീവാണ് ആൻഡ് കൈ നല്ല സോഫ്റ്റായി. കൈ ഷേവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു, കണ്ടല്ലോ. സോ ബേസിക്കലി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത്രയാണ് ഷേവിങ് ചെയ്യുന്നത്. ഷവറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുളിച്ച ഒരു കുറച്ച് ചൂടുവെള്ളമൊക്കെ ശരീരത്തിൽ വീണ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ മാത്രമേ എടുക്കുകയുള്ളൂ. അത് നമുക്ക് ബാത്റൂം യൂസിനെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങാം, വേറെ മെസ്സൊന്നുമില്ല.
പിന്നെ എപ്പോഴും ഇപ്പം ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയും. അപ്പോൾ ഈ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിങ്ങൾ ബോഡി സ്ക്രബ് ഉപയോഗിക്കുന്ന വെച്ച് നിങ്ങൾക്ക് ഏത് പാർട്ടാണോ നിങ്ങൾ ഷേവ് ചെയ്യാൻ പോകുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഷേവിംഗ് ജെല്ലോ ഷേവിംഗ് ഫോമോ നല്ലോണം ആ ഏരിയയിൽ തേക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും അലോവേര ജെൽ അല്ലെങ്കിൽ കണ്ടീഷണർ അതൊക്കെ തേക്കാറുണ്ട്. എന്തെങ്കിലും തേച്ചിരിക്കുക. കാരണം ഇപ്പോൾ വെള്ളമുണ്ട് അതുകൊണ്ട് അത് വെറ്റായി എന്ന് വിചാരിക്കരുത്. ഷേവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലേഡ് ഇട്ട് എന്തായാലും ഉരയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷേവിംഗ് ജെല്ലോ ഫോമോ എന്തെങ്കിലും ഉപയോഗിച്ചിരിക്കുക. പിന്നെ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ആണുങ്ങളുടെ റേസർ മോസ്റ്റ്ലി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഹെഡാണ്. ഞാൻ കാണിച്ചല്ലോ, നമ്മുടെ എവിയോറിൻ്റെ റേസർ അങ്ങനെയല്ല, ഇതിന് ഇങ്ങനെ ഫ്ലെക്സിബിൾ ഹെഡാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിങ്ങനെ എൽബോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാൽമുട്ട് ചെയ്യുമ്പോഴോ ഒന്നും നമുക്ക് മുറിയാനുള്ള സാധ്യതയില്ല. പക്ഷേ അതല്ലാതെ നിങ്ങളൊരു ആണുങ്ങളുടെ റേസർ ഉപയോഗിക്കുകയാണെങ്കിൽ, പെണ്ണുങ്ങളുടെ തന്നെ സ്റ്റാറ്റിക് ഹെഡ് റേസർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വളയുന്ന സമയത്ത് മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ കെയർ എടുത്ത് മാത്രം ചെയ്യുക. ഇപ്പോൾ ബോഡി ഹെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ, കാൽ, ശരീരം ഉള്ള ഹെയറിനൊക്കെ നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് കൈ പിടിച്ച് നോക്കുക മുടി എങ്ങോട്ടാണ് വളരുന്നത് എന്നുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്യും. ബട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്, അത് വലിയ കാര്യമല്ല. പക്ഷേ നിങ്ങൾ ഇപ്പം പ്യൂബിക് ഹെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബിക്കിനി ഹെയർ നമ്മൾ വിളിക്കുന്ന ഏരിയ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഹെയർ ബേസിക്കലി തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതായത് ആ ഹെയർ ഗ്രോത്തിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് താഴേക്ക്, മുകളിൽ നോക്കുമ്പോൾ താഴേക്കാണ് നമ്മൾ ഫസ്റ്റ് ഷേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ബാക്കി ബോഡിയിൽ ഏത് പാർട്ടിന്, കൈ, കാല്, ആംപിറ്റ്, ശരീരം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിം ബ്ലേഡ് യൂസ് ചെയ്യാം. ആ ബ്ലേഡ് ബ്ലണ്ട് ആവുന്നവരെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ പ്യൂബിക് ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. ആ രണ്ട് ബ്ലേഡും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പ്യൂബിക് ഹെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഷേവിംഗ് ജെല്ലോ ഫോമോ മാത്രം കൊണ്ട് ചിലപ്പോൾ ആ തിക്നെസ് കുറയില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പറ്റുവാണെങ്കിൽ അതിൽ ഇപ്പം ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുള്ളതിൽ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട്, ഇപ്പം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് പറ്റുമെങ്കിൽ ആ ഹെയറിനെ ഒന്ന് സോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ അതിനെ ഒന്ന് ട്രിം ചെയ്യുക അല്പം. കാരണം അത് കുറച്ച് ലോങ്കർ ഹെയർ ആണ്, നമ്മുടെ സ്കിന്നിലുള്ള സാധാരണ വരുന്ന പോലത്തെ ഹെയർ അല്ല, കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുക. ട്രിം ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്തിൻ്റെ അതേ ഡയറക്ഷനിൽ താഴേക്ക് പതുക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിമൻസ് റേസർ ഉപയോഗിച്ചുള്ള ഗുണം, ഇത് വെച്ച് മുറിയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാൽ 6 ബ്ലേഡാണ്, നല്ല പവർഫുൾ ആണ്, എഫക്റ്റീവ് ആണ്. പക്ഷേ ഇതിങ്ങനെ വളയുന്നത് കൊണ്ട് നമുക്കിപ്പം പ്യൂബിക് ഹെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ല, അതിങ്ങനെ വളഞ്ഞൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് റേസർ കട്ട്സ് വരുത്താറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ഹെഡ് ഉള്ളപ്പോഴത്തേക്കും അങ്ങനത്തെ റേസർ കട്ട് വരാൻ ചാൻസ് കുറവാണ്. സോ വൺസ് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്യൂബിക് ഹെയർ ആണെങ്കിൽ നമ്മൾ താഴേക്ക് ഷേവ് ചെയ്യുന്നു ഇൻ ദ ഡയറക്ഷൻ. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്ലോസ് കട്ട് ഷേവ് എന്ന് നമ്മൾ വിളിക്കും. അതായത് ഒരു ക്ലോസ് ഷേവ്, തൊടുമ്പോൾ ഹെയറേ ഇല്ല എന്നൊരു ഫീലിംഗ് കിട്ടുന്നതിനാണ് നമ്മൾ ക്ലോസ് ഷേവ് എന്ന് വിളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ റേസർ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടെ ഷേവ് ചെയ്താണ് നമ്മൾ പ്യൂബിക് ഹെയർ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇത് അഗെയിൻ ഇപ്പോൾ ആഴ്ചയിൽ ചെയ്യുന്നവരുണ്ട്, 2 ആഴ്ചയിലൊക്കെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സ് എടുപ്പിച്ച് മാത്രം ചെയ്യുന്നവരുണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ചെയ്യാം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. വൺ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കോൾഡ് ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും അല്ലെങ്കിലും ഇത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ പ്യൂബിക് ഹെയർ ആണ് റിമൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം അലോവേര ജെൽ ആയിരിക്കും നമുക്ക് സേഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബോഡിയിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോൾഡ് ക്രീമോ മറ്റോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഷേവിങ്ങിൽ പേടിക്കുന്ന കാര്യം മുറിയുമോ ഇല്ല. ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റിക് ഹെഡ് ആണെങ്കിൽ ചിലപ്പോൾ മുറിയും, പക്ഷേ ഫ്ലെക്സിബിൾ ഹെഡ് ആണെങ്കിൽ മുറിയില്ല. ഇൻഗ്രോൺ ഹെയർ വരും. എപ്പോൾ വരും? നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ വെറ്റ് ഷേവ് ചെയ്യാതെ ഡ്രൈ ഷേവ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇൻഗ്രോൺ ഹെയർ വരും. ക്ഷമയോടെ സമയമെടുത്ത് പതുക്കെ, അതുപോലെ ഒരു ഏരിയ വീണ്ടും ഷേവ് ചെയ്തുകൊണ്ടിരിക്കരുത്. എനിക്ക് ആദ്യം ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് ഷേവ് ചെയ്യാൻ ഞാൻ പിന്നെ 2 മുടി നിൽക്കുന്നത്, ഞാൻ ഒന്നും കൂടെ ഷേവ്, അത് കഴിവതും ചെയ്യാതിരിക്കുക. സ്ട്രൈക്ക് ഒരു ഏരിയ, അത് കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് പോവുക. കഴിവതും ഒരു ഏരിയയിൽ വീണ്ടും ഷേവ് ചെയ്യാതിരിക്കുക. കാരണം എല്ലാം കഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ നീറുന്ന പോലെയൊക്കെ ആദ്യം തോന്നിയിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്കാണ് ബേസിക്കലി. സോ അതുകൊണ്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബോഡി ഹെയർ ഷേവ് ചെയ്ത് കളയാവുന്നതാണ്. ഒരാഴ്ചയൊക്കെ ഈസിലി നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ്. ഞാൻ എന്തായാലും ലെറ്റ് ഷേവ് എന്നുള്ള ഈ ബ്രാൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർ ഉപയോഗിക്കുന്ന ബ്രാൻഡാണ്, അവർക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല, ഇതെൻ്റെ സ്വന്തം ഒപ്പീനിയൻ. ഞാൻ പൈസ മുടക്കി വാങ്ങിയ പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ മറ്റോ ഷേവിങ്ങിനെ കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.